വി പ്രകാശിന് വോട്ടർമാർ നൽകിയ ഒരു മേഖലയാണ്. അതിനുശേഷം പോത്തുകല്ലിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. പോത്തുകല്ല് LDF-ന് പ്രതീക്ഷയുള്ള പഞ്ചായത്താണ്. 4501 ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഉയരുന്നു. 4501 ചിത്രം മാറുന്നു. അവിടെ ഷൗക്കത്തിന് ഭൂരിപക്ഷം ഉയരുന്നു. പ്രതീക്ഷിച്ചതാണ്. മൂത്തേടം പൂർണ്ണമാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എടക്കരയുടെ തുടക്കവും ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഷൗക്കത്തിന് നേട്ടമായി മാറുന്നുണ്ട്. ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം UDF-ന്റെ ആഹ്ലാദ പ്രകടനമുണ്ട്. അത് ഏതാണ്ട് വിജയമുറപ്പിച്ച മട്ടാണ്. ഷൗക്കത്ത് ഏതാണ്ട് വിജയമുറപ്പിച്ച മട്ടാണ്. വഴിക്കടവ് ട്രെൻഡാകുമെന്നാണ് ലീഗ് പറഞ്ഞത്. വഴിക്കടവും മൂത്തേടവും കൊണ്ട് ഇതാ ഞങ്ങൾ ഇത് ഉറപ്പിക്കുന്നു. UDF കേന്ദ്രങ്ങൾ വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പിന്നോട്ട് പോക്കില്ലെന്ന് UDF കേന്ദ്രങ്ങൾ കരുതുന്നു. കാരണം എങ്ങനെയും വിജയിച്ചു കയറും. ഒരുപക്ഷെ ഭൂരിപക്ഷത്തെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. തുടക്കം മുതലുള്ള ലീഡ് അത് നിലനിർത്തി പോവുകയും ചെയ്യുന്നു. അതേസമയം ഇടതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച രീതിയും ഇതുതന്നെയാണ്. കാരണം അവർക്ക് ലീഡ് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പോത്തുകൽ എത്തുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ പോത്തുകലിൽ ലീഡ് നിർത്തുകയും മൊത്തം ലീഡിൽ ഷൗക്കത്തിനെ കുറയ്ക്കുകയും ചെയ്ത് പിന്നീട് നിലമ്പൂർ നഗരസഭയും അമരമ്പലവും അടക്കമുള്ള പഞ്ചായത്തുകൾ വരുമ്പോൾ നേട്ടമുണ്ടാക്കുക മാത്രമാണ് ഇടതുമുന്നണിയുടെ അവശേഷിക്കുന്ന സാധ്യത. അതിലേക്ക് എത്തണമെങ്കിൽ പക്ഷേ ഇപ്പോൾ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരേണ്ടതുണ്ട്. അതിന് കഴിയുമോ എന്ന ചോദ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഷാരിയാർ ഷൗക്കത്ത് ചിത്രവുമായി UDF കേന്ദ്രങ്ങൾ ആഹ്ലാദ പ്രകടനം. 4501 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയപ്പോൾ അത് വളരെ കൃത്യമായി ട്രെൻഡായി അവർ കാണുന്നു. വളരെ കൃത്യമായി നേതാക്കളുടെ നിർദ്ദേശമുണ്ട്. ഇനി നമ്മൾ പുറകോട്ട് പോകില്ല. കുറഞ്ഞ വോട്ടിനായാലും ആര്യാർ ഷൗക്കത്ത് ജയിക്കും. അതിന്റെ പ്രതിഫലനം മണ്ഡലത്തിൽ കാണുന്നു. വലിയ ആഹ്ലാദ പ്രകടനം. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ കാണാം അവിടെ. 4501 വോട്ടുകൾ എന്നുള്ളത് ആദ്യ 5 റൗണ്ട് കഴിയുമ്പോൾ ഉള്ള ഫലമാണ്. നമുക്കറിയാം 19 റൗണ്ടുകളാണ്. ഇനി 14 റൗണ്ടുകൾ എന്നാണ്. അവിടെയൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ലീഗിന്റെ ആത്മവിശ്വാസം അത് തന്നെയാണ്. 4501 വോട്ട്. 4812 ഷൗക്കത്ത് ലീഡ് ഉയർത്തുന്നു. 4812 മാറുന്നു. അത് ഇടക്കരയുടെ തുടക്ക ഭാഗങ്ങളാണ്. 4812 ഷൗക്കത്തിന്റെ ലീഡ് നിലനിർത്തുന്നു. ഷൗക്കത്ത് 4812 ചതിച്ചില്ല. UDF-നെയും ഷൗക്കത്തിനെയും മൂത്തേടം ചതിച്ചില്ല. മൂത്തേടത്ത് വലിയ മുന്നേറ്റം ഷൗക്കത്തിനുണ്ടായി. അതിന്റെ പ്രതിഫലനമാണ് 4812 എന്ന കാര്യത്തിൽ സംശയമില്ല. എടക്കരയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. എടക്കരയും UDF-ന്റെ കോട്ടയാണ്. എടക്കരയിലും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ 6000-ഓ 7000-ഓ എത്തിയേക്കാം. എടക്കര എണ്ണിക്കഴിയുമ്പോൾ പിന്നീടാണ് യഥാർത്ഥത്തിലുള്ള LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. 4812 എന്നുള്ള ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ആര്യൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണണം. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. 14 റൗണ്ടുകൾ ബാക്കിയുണ്ട്. 5 റൗണ്ടുകളുടെ ഫലമാണ്. മൊത്തം 19 റൗണ്ടുകളാണ് നമുക്കറിയാം. അതിന് 263ഓളം ബൂത്തുകൾ എണ്ണാനുണ്ട്. ഇനിയും ഉള്ളത് ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ UDF-ന്റെ വലിയ അപ്രഭാവിത്വം സംഭവിച്ചിരിക്കുന്നു. ആദ്യ 5 റൗണ്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ 70 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു. 70 ബൂത്തുകൾ മൂത്തേടത്തെ 23 ബൂത്തുകൾ അടക്കം 70 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് 4812 എന്ന സംഖ്യയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യം. 4812 എന്ന കണക്കിലേക്ക് ഇപ്പോൾ ആര്യാർ ഷൗക്കത്ത് സ്വരാജും 20,000 വോട്ടുകളുടെ സമീപത്താണ്. 19,472 പരം വോട്ടുകൾ, 400 പരം 19,400 പരം വോട്ടുകളുടെ സമാഹരണം ഷൗക്കത്ത് സ്വരാജും നടത്തിയിട്ടുണ്ട്. 777 PV അൻവർ. എന്തൊരു അമ്പരപ്പിക്കുന്ന കണക്കാണ്. 7777 വോട്ടുകൾ ആദ്യ 5 റൗണ്ടിൽ PV അൻവർ നേടി എന്ന് പറയുമ്പോൾ അത് വല്ലാതെ അമ്പരപ്പിക്കുന്നു ഈ കണക്ക്. യെസ്, അത് ഷൗക്കത്തിന്റെ അവകാശവാദത്തിനൊപ്പം ഏറെക്കുറെ വരുന്നു എന്നതാണ്. ഒരുപക്ഷെ ഈ കണക്ക് മുന്നോട്ട് പോയാൽ 20,000-അടുത്തൊരു വോട്ടുകൾ അൻവർ സമാഹരിച്ചേക്കാം. കാരണം എല്ലാ റൗണ്ടിലും 1500-അടുത്ത വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. PV അൻവർ ഒരു ഫാക്ടറാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അത് UDF-നാണ് നിലവിൽ നഷ്ടം കൂടുതൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ, LDF കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ അത് LDF-ന്റെ നഷ്ടമായി മാറുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഇടതുപക്ഷ കേന്ദ്രങ്ങളിലും UDF വോട്ടുകളെയാണ് അൻവർ ചോർത്തുന്നതെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതീക്ഷ സ്വരാജിന് പുലർത്താം. അല്ലെങ്കിൽ ഇതേ ട്രെൻഡ് തന്നെയാണെങ്കിൽ അവിടെ നഷ്ടമുണ്ടാവുക സ്വരാജിനും കൂടിയാണ് എന്നത് ഒരു ചിത്രമായി. 4 ലക്ഷം വോട്ടുകൾ, 4 ലക്ഷത്തിനടുത്തേക്ക് 24,227 വോട്ട്. 6 റൗണ്ട് കഴിയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് 4 ലക്ഷത്തിലേക്ക് കടക്കുന്നു. സ്വരാജ് 20,000-ലേക്ക് വരുന്നു. 7
10,000 കടന്ന് PV അൻവറിലേക്ക് അമ്പമ്പോ അൻവർ 7,776 വോട്ടുകൾ നേടി അൻവർ കരുത്ത് തെളിയിക്കുകയാണ്. കേവലം 5 റൗണ്ടുകൾ 6 റൗണ്ടുകൾ പിന്നിട്ടപ്പോഴാണ് എന്ന് മനസ്സിലാക്കണം. ഓരോ റൗണ്ടിലും വളരെ കൃത്യമായി ചുങ്കത്തറ. ഞാൻ ഈ ചുങ്കത്തറയ്ക്കാണ് നോക്കുന്നത്. ചുങ്കത്തറയ്ക്ക് വരാനിരിക്കുന്നു. അൻവറിന് വളരെ എളുപ്പത്തിൽ 10,000 പ്ലസ് 10,000 എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണെങ്കിൽ റൗണ്ട് 6 കടന്നു. 5036 ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം അതായത് എടക്കര UDF-നൊപ്പം നിൽക്കുന്നു. എടക്കരയുടെ അവസാന ഭാഗങ്ങളാണ്. എടക്കര പഞ്ചായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നിർണായകമാണ് എന്ന് ഓർക്കണം. മർത്തോമ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ളതാണ്. അവിടെ BJP യുടെ സ്ഥാനാർത്ഥി എന്ത് വോട്ട് പിടിക്കുന്നു